धन्यवाद स्वामी जी. Thank you so much. Nice to meet you. You are perfectly all right. Okay, sir. Renu Rana Rana ഋഷികേശ് ഹിമാലയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുണ്യനദിയായ ഗംഗയുടെയും ചന്ദ്രഭാഗ നദിയുടെയും സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന നഗരം. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് ഡെറാഡൂൺ ജില്ലയിലാണ് ഋഷികേശ് സ്ഥിതി ചെയ്യുന്നത്. ഭാരതത്തിലെ ആത്മീയതയുടെ അല്ലെങ്കിൽ ആത്മീയ വ്യാപാരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്ന്. സന്യാസിമാരുടെയും യോഗികളുടെയും ആവാസ കേന്ദ്രം. എവിടെ തിരിഞ്ഞാലും വലുതും ചെറുതുമായ ആശ്രമങ്ങളും ധർമ്മശാലകളുമൊക്കെ ധാരാളം കാണാം. പഴമയും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുന്ന ആശ്രമങ്ങൾക്കൊപ്പം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ആശ്രമങ്ങളും ഇവിടെയുണ്ട്. ഒരുപക്ഷെ ഇത്രയുമധികം വിദേശികളായ സന്യാസിമാരെയും സന്യാസിനിമാരെയും തീർത്ഥാടകരെയും ഒരുമിച്ച് ഭാരതത്തിലെ മറ്റൊരു നഗരത്തിലും കാണാൻ കഴിയുമെന്നും തോന്നുന്നില്ല. ലോകത്തിലെ യോഗയുടെയും ധ്യാനത്തിൻ്റെയും തലസ്ഥാനം എന്നാണ് ഋഷികേശിനെ വിശേഷിപ്പിക്കുന്നത്. ഹരിദ്വാറിൽ നിന്നും 25 കിലോമീറ്റർ അകലെയുള്ള ഈ നഗരം ഗഡ്വാൾ ഹിമാലയത്തിലേക്കുള്ള പ്രധാന കവാടമാണ്. യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ്, ബദരീനാഥ് തുടങ്ങിയ ചതുർധാമങ്ങളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതും ഇവിടെ നിന്നാണ്. ഇന്ദ്രിയങ്ങളെ അഥവാ ഋഷീകങ്ങളെ അടക്കി രായിഭ്യൻ എന്ന മഹർഷി ദീർഘകാലം തപസ് ചെയ്തിരുന്നു എന്ന ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണ് ഈ പുണ്യസ്ഥലത്തിന് ഋഷികേശം എന്ന പേരുണ്ടായത്. ഡെറാഡൂൺ, ടെഹരി ഗഡ്വാൾ, പൗരി ഗഡ്വാൾ എന്നിങ്ങനെ 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഋഷികേശ് സമുദ്രനിരപ്പിൽ നിന്നും 1200 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തീർത്ഥാടകർക്കും അതോടൊപ്പം വിനോദസഞ്ചാരികൾക്കും ഭക്തിയും ഉണർവും ഉന്മേഷവും പകർന്നു നൽകുന്ന നിരവധി കാര്യങ്ങളുണ്ട് ഋഷികേശിൽ. ശ്രീരാമനും ലക്ഷ്മണനും ഇവിടെ തപസ്സനുഷ്ഠിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഈ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭാഗീരഥി നദിക്ക് കുറുകെയുള്ള 2 തൂക്കുപാലങ്ങളാണ് രാംജൂലയും ലക്ഷ്മൺ ജൂലയും. ഋഷികേശ് വളരെ വിശാലമായൊരു നഗരമാണ്. നഗരത്തിൻ്റെ മധ്യത്തിലൂടെയാണ് ഗംഗാനദി ഒഴുകുന്നത്. വളരെ വിസ്തൃതിയിലാണ് ഗംഗാതളം ഇവിടെ കാണപ്പെടുന്നത്. പർവ്വത പ്രദേശങ്ങൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞൊഴുകി വരുന്ന ഗംഗാനദി വളരെ വിശാലമായി സമതലങ്ങളിലൂടെ ഒഴുകിത്തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. നിയമം മൂലം മദ്യവും മാംസവും നിഷിദ്ധമായ ശുദ്ധ സസ്യാഹാരം മാത്രം വിളമ്പുന്ന ഒരു നഗരമാണിത്. 2-3 ദിവസം ഇവിടെ തങ്ങിയാൽ മാത്രമേ ഋഷികേശിലെ പകുതി കാഴ്ചകളെങ്കിലും നമുക്ക് കാണാൻ സാധിക്കൂ. ശ്രീരാമ ഭരത ലക്ഷ്മണന്മാരുടെ ക്ഷേത്രങ്ങൾ, ലക്ഷ്മൺ ധൂല, രാംധൂല തൂക്കുപാലങ്ങൾ, ത്രിവേണിഘട്ടിലെ സന്ധ്യ ആരതി, പരമാർത്ഥ നികേതൻ, ഗീതാഭവൻ, കണ്ണുമനിയുടെ ആശ്രമം, നീലകണ്ഠ മഹാദേവ് മന്ദിർ, ജിൽമിൽ കേവ്, മുനീക്കി രേതി, ബീറ്റിൽസ് ആശ്രമം, വസിഷ്ഠ ഗുഹ, അരുന്ധതി ഗുഹ, നീർഗഡ് വാട്ടർഫോൾസ്, പാറ്റ്ന വാട്ടർഫോൾസ്, രാജാജി നാഷണൽ പാർക്കിലൂടെയുള്ള ജംഗിൾ സഫാരി, അങ്ങനെ ആ ലിസ്റ്റ് ഇനിയും നീളും. അതുപോലെ ഗംഗാനദിയിലൂടെയുള്ള വൈറ്റ് വാട്ടർ റിവർ റാഫ്റ്റിംഗ്, ബംഗി ജമ്പിംഗ്, സിപ്പ് ലൈനിങ്, ട്രെക്കിംഗ്, റോക്ക് ക്ലൈംബിംഗ്, റപ്പല്ലിംഗ്, കയാക്കിംഗ്, ക്ലിഫ് ജമ്പിംഗ്, മൗണ്ടൻ ബൈക്കിംഗ് ഇങ്ങനെയുള്ള സാഹസിക വിനോദങ്ങളും ധാരാളം. ഇന്ത്യയിലെ റിവർ റാഫ്റ്റിംഗ് തലസ്ഥാനമായാണ് ഋഷികേശ് അറിയപ്പെടുന്നത്. അതുപോലെ ഏറ്റവും ഉയരത്തിൽ നിന്നുള്ള ബംഗി ജമ്പിങ്ങും ഇവിടെയാണ്. 117 മീറ്റർ ഉയരമാണുള്ളത്. അങ്ങനെ ഒരു സഞ്ചാരിയെ തൃപ്തിപ്പെടുത്താൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഋഷികേശിലുണ്ട്. അതിപ്പോൾ ആത്മീയതയാണെങ്കിലും വിനോദമാണെങ്കിലും സാഹസികതയാണെങ്കിലും. ഋഷികേശിൻ്റെ സമ്പന്നമായ ചരിത്രം ഹിന്ദു പുരാണങ്ങളുടെയും ആത്മീയ ആചാരങ്ങളുടെയും നൂലുകളാൽ സങ്കീർണമായി ഇഴചേർന്നതാണ്. നമുക്ക് ഋഷികേശിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ ഒന്ന് മനസ്സിലാക്കാം. രുദ്രപ്രയാഗിൽ നിന്നും വരുന്ന വഴിക്കാണ് ഋഷികേശിൽ ഇറങ്ങിയത്. ഋഷികേശിലേക്ക് എത്തുന്നതിന് 22 കിലോമീറ്റർ മുൻപായി ഗൂലർ എന്നൊരു കൊച്ചു ഗ്രാമമുണ്ട്. ശിവപുരി റേഞ്ചാണിത്. ഇവിടെ കുഞ്ചാപുരി, നീലകണ്ഠ പർവ്വതനിരകളുടെ താഴ്വാരത്തായി ഗംഗാനദിയുടെ തീരത്ത് വസിഷ്ഠ ഗുഹ എന്നൊരു ആശ്രമമുണ്ട്. ഈ ഗ്രാമത്തിൻ്റെ മുകൾ ഭാഗം മുഴുവനും ഇടതൂർന്ന വനപ്രദേശങ്ങളാണ്. വഴിയുടെ ഇടതുവശത്തായി ആശ്രമത്തിൻ്റെ കവാടം കാണാം. വാഹനങ്ങൾ വഴിയരികിൽ പാർക്ക് ചെയ്യണം.
കുറച്ചു ദൂരം താഴേക്ക് ഇറങ്ങിച്ചെന്നാൽ ആശ്രമത്തിലേക്ക് എത്താം. ആശ്രമത്തിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ടാണ് ഈ വസിഷ്ഠ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ കുറച്ച് മലയാളികളും അവിടെ ഉണ്ടായിരുന്നു. 8 അടിയോളം ഉയരവും 15 അടിയോളം വീതിയും 20 അടിയോളം നീളവുമുള്ള ഒരു ഗുഹയാണിത്. ഈ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക അനുഭൂതി ഉണ്ടാവും. ഗുഹയുടെ അങ്ങേയറ്റത്തായി ഒരു ശിവലിംഗ പ്രതിഷ്ഠയും അതിനു മുൻപിൽ ഒരു ചെറിയ ദീപവും മാത്രമാണുള്ളത്. ഗുഹയ്ക്കുള്ളിൽ മറ്റു വെളിച്ചങ്ങളൊന്നുമില്ല. അവിടെ നിലത്ത് വിരിച്ചിരിക്കുന്ന ഷീറ്റിലിരുന്ന് ധ്യാനിക്കാനും മറ്റും സൗകര്യവുമുണ്ട്. ഈ ഗുഹയ്ക്കകത്ത് പ്രത്യേക തരത്തിലുള്ള ചില എനർജികൾ ഉണ്ടാവുന്നതായി ശാസ്ത്രീയ പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. സപ്തർഷികളിൽപ്പെട്ട വസിഷ്ഠമുനിയും പത്നി അരുന്ധതി ദേവിയും ഇവിടെ വസിച്ചിരുന്നു എന്ന ഐതിഹ്യമാണ് ഇതിനുള്ളത്. 5 മിനിറ്റ് ഈ ഗുഹയ്ക്കുള്ളിൽ ധ്യാനിച്ചിരുന്നാൽ തന്നെ നമ്മുടെ ബോധമണ്ഡലം മറഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടാവും. ഈ ഗുഹയിൽ ധ്യാനിച്ചിരുന്ന പലർക്കും പല അത്ഭുതാനുഭവങ്ങളും ഉണ്ടായിട്ടുള്ളതായും പറഞ്ഞു കേട്ടിട്ടുണ്ട്. രഘുവംശത്തിൽ ദിലീപ രാജാവും പത്നിയും ഇവിടെ വസിച്ച് തപസ് ചെയ്തിരുന്ന ഇടമായി കാളിദാസൻ ഈ സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നു. ഭാരതീയ പുരാണങ്ങളിലെ പല സംഭവങ്ങളും നടന്ന സ്ഥലങ്ങളാണ് ഹിമാലയത്തിലെ ഓരോ പ്രദേശവും. ഇവിടങ്ങളിലൂടെയുള്ള നമ്മുടെ ഓരോ യാത്രയും ചരിത്രങ്ങളിലൂടെയുള്ളതാണ്. ആ ഗുഹയ്ക്കകത്ത് കുറച്ച് സന്യാസിമാരും ധ്യാനിച്ചിരിപ്പുണ്ടായിരുന്നു. അവർ പുറത്തിറങ്ങിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. അവരിൽ ഒരാളുടെ ചുമലിൽ ഒരു പ്രാവിരിക്കുന്നു. നല്ല ചൈതന്യം സ്ഫുരിക്കുന്ന കണ്ണുകളോട് കൂടിയ ഒരു സന്യാസി. വെളുത്ത ഒരു വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. ആ പ്രാവ് അദ്ദേഹത്തിൻ്റെ തോളിലിങ്ങനെ തത്തി കളിച്ചുകൊണ്ടിരിക്കുന്നു. ആകാംക്ഷയോടെയുള്ള എൻ്റെ നോട്ടം കണ്ട് സ്വാമി ഒന്ന് പുഞ്ചിരിച്ചു. അറിയാവുന്ന മുറി ഹിന്ദിയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് ഇതിനെ വളർത്തുന്നതാണോ? എപ്പോഴും ഇത് കൂടെ ഉണ്ടാവുമോ? അദ്ദേഹം വേഗം ആ പ്രാവിനെ എടുത്ത് എൻ്റെ തോളിലേക്ക് വെച്ച് തന്നു. അതവിടെ ഇരുന്ന് പതിയെ എൻ്റെ മുഖത്തും കണ്ണിലുമൊക്കെ കൊത്താൻ തുടങ്ങി. വേദനിപ്പിക്കാതെയാണ്. അദ്ദേഹം എൻ്റെ ക്യാമറ വാങ്ങി ആ ദൃശ്യങ്ങൾ പകർത്തി തരികയും ചെയ്തു. കുറച്ചു നേരത്തിന് ശേഷം സ്വാമി തന്നെ ആ പ്രാവിനെ എടുത്ത് പഴയതുപോലെ തൻ്റെ തോളിലേക്ക് തന്നെ വെച്ചു. ഞാൻ വീണ്ടും അത്ഭുതത്തോടെ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കുന്നു? അദ്ദേഹം മെല്ലെ പറഞ്ഞു, ഇദ്ദേഹം ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ. ഇനിയും എന്തെല്ലാം കാണാനും മനസ്സിലാക്കാനും കിടക്കുന്നു. മുൻപോട്ടുള്ള യാത്രകളിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ഇത്രയും നാൾ കണ്ടതിനുമപ്പുറം മറ്റൊരു ലോകമുണ്ടെന്ന്. ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും കാണാം. നിങ്ങൾക്ക് നന്മ വരട്ടെ. അദ്ദേഹം കൈവീശി അനുഗ്രഹിച്ചുകൊണ്ട് നടന്നകന്നു. സദാ പുഞ്ചിരിയോടെയുള്ള ശാന്തമായ ആ മുഖം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവില്ല. അദ്ദേഹത്തിൻ്റെ പേരോ നാടോ ആശ്രമമോ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല എന്നൊരു സങ്കടം മാത്രം ബാക്കിയായി. ഈ ഗുഹയുടെ മറുഭാഗത്തായി അരുന്ധതി ദേവി ധ്യാനിച്ചിരുന്നതായി പറയുന്ന മറ്റൊരു ഗുഹ കൂടിയുണ്ട്. ഗംഗാതീരത്തുകൂടി അല്പം നടന്നു വേണം അങ്ങോട്ടേക്കെത്താൻ. കണ്ണെത്താ ദൂരത്തോളം പല നിറത്തിലുള്ള കല്ലുകൾ നിറഞ്ഞ നദീതീരം. അല്പം മുകളിലേക്ക് കയറിയാണ് അരുന്ധതി ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് അങ്ങനെ അധികം ആളുകൾ എത്താറില്ല എന്നും തോന്നുന്നു. തികച്ചും ശാന്തമായൊരിടം. ഗുഹയിൽ ചമ്രം പടിഞ്ഞിരുന്ന് ഗംഗാനദിയെയും നോക്കിയിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക നിർവൃതിയാണ് ഉണ്ടാവുക. ഈ ഗുഹയിലും ചില ദിവ്യാത്ഭുതങ്ങൾ ഉണ്ടായിട്ടുള്ളതായി ആശ്രമത്തിലെ ഒരു സന്യാസി പറഞ്ഞു തന്നിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുൻപ് രാമദാസ് സ്വാമിജി എന്നൊരു യോഗീശ്വരൻ ഈ അരുന്ധതി ഗുഹയിൽ ഗംഗാജലം മാത്രം കുടിച്ചുകൊണ്ട് കുറേ ദിവസങ്ങളോളം ധ്യാനനിരതനായി ഇരുന്നിരുന്നു അത്രേ. ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഒരു ദിവ്യപ്രകാശം തെളിഞ്ഞു വരികയും ക്രമേണ അത് ഒരു മനുഷ്യരൂപമായി മാറുകയും ചെയ്തു അത്രേ. താടിയും മുടിയും നീട്ടി വളർത്തി നീണ്ട വസ്ത്രങ്ങളും വലിയ മാലയുമൊക്കെ അണിഞ്ഞ ആ ദിവ്യരൂപം സ്വാമിജിക്ക് ദർശനം നൽകിയതിന് ശേഷം മറഞ്ഞുപോയി അത്രേ. ഇതുമാത്രമല്ല, കറുത്തവാവ് ദിവസങ്ങളിൽ ചില പ്രകാശഗോളങ്ങൾ ഗംഗാനദിയിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട് ഈ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത് പല ഗ്രാമീണരും കണ്ടിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതിനാൽ ഏകനായി ആ ഗുഹയിലിരുന്നപ്പോൾ അറിയാതെ ഒരു ഭീതി ഉണ്ടായി എന്നതാണ് സത്യം. അവിടെ നിന്നും താഴേക്കിറങ്ങിയപ്പോൾ ഒരു നായ എന്നെ നോക്കി കുരച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയപ്പാടോടെ അവനെ നോക്കി കൈവീശിയെങ്കിലും അത് പോയില്ല. അത് താഴേക്കിറങ്ങി ഒരു വഴി കാണിക്കും പോലെ എന്നെ തിരിഞ്ഞു നോക്കി കുരച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് പോയി. സംശയം തോന്നി അവനെ പിന്തുടർന്നപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഒരു പശു അവിടെ വെള്ളക്കെട്ടിനുള്ളിലായി ചത്തുകിടക്കുന്നു. കഴുത്തിലൊരു കയറുമുണ്ട്. മേയാൻ വിട്ടപ്പോൾ താഴെ വീണതാവണം. ഭയങ്കര ദുർഗന്ധവും. ഞാൻ ഈ കാര്യം ആശ്രമത്തിൽ പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ജീവനക്കാരൻ പറഞ്ഞു, അത് ആശ്രമത്തിലെ തന്നെ പശുവാണ്. ആ നായയും ആ പശുവും വലിയ കൂട്ടായിരുന്നു അത്രേ. അതിനെ എടുത്ത് സംസ്കരിക്കാൻ ആളുകൾ ആവശ്യപ്പെട്ടത് 4000 രൂപയാണ്.
അത് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണത്രേ സംസ്കരിക്കാതിരുന്നത്. ആ നായ ആ ഭാഗത്തു നിന്ന് മാറുന്നതേയില്ല. വരുന്നവരെ മുഴുവനും വിളിച്ചുകൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയും ചെയ്യും. കൂട്ടുകാരനെ രക്ഷിക്കാൻ സാധിച്ചെങ്കിൽ എന്ന് വിചാരിച്ചാവും പാവം. ഗംഗാനദി വളരെ ശക്തിയിലാണ് ഇവിടെ ഒഴുകുന്നത്. റിവർ റാഫ്റ്റിങ്ങിന് വരുന്ന ആളുകളെ നദിയിൽ പലപ്പോഴും കാണാം. അതിവിടെ ഒരു വലിയ ബിസിനസ്സുമാണ്. കുറച്ചു നേരം ഗംഗാതീരത്ത് ചുറ്റിക്കറങ്ങിയതിന് ശേഷം ആശ്രമത്തിലേക്ക് മടങ്ങി. ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ സ്വാമി ബ്രഹ്മാനന്ദയുടെ ശിഷ്യനായ പുരുഷോത്തമാനന്ദയാണ് ഈ ആശ്രമം ഇവിടെ സ്ഥാപിക്കുന്നത്. 1879 തിരുവല്ലയിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ ആദ്യകാല നാമം നീലകണ്ഠൻ എന്നായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം രാമകൃഷ്ണാശ്രമത്തിലെ സ്വാമി ശിവാനന്ദയിൽ നിന്നും സന്യാസവും സ്വീകരിച്ചു. ഒരു പരിവ്രാജകനായി ഭാരതത്തിലൂടെയുള്ള കാൽനടയാത്രക്കിടയിലാണ് സ്വാമിജി 1928 ഈ ഗൂലർ ഗ്രാമത്തിലെത്തുന്നതും ഈ വസിഷ്ഠ ഗുഹ കണ്ടുപിടിക്കുന്നതും. അങ്ങനെ ഇവിടെ ആശ്രമം സ്ഥാപിച്ച് വാസമർപ്പിക്കുകയും ചെയ്തു. പുരുഷോത്തമാനന്ദജിയുടെ ശ്രമഫലമായി ഈ ഗൂലർ ഗ്രാമത്തിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് വളരെയധികം പുരോഗതിയുണ്ടായി. ആശ്രമം വകയായി ഒരു സ്കൂളും ആശുപത്രിയുമൊക്കെയുണ്ട്. അസാമാന്യ സിദ്ധികളുണ്ടായിരുന്ന സ്വാമികളെ തേടി നിരവധി പേർ ഇവിടെ എത്തിയിരുന്നു അത്രേ. ആ കൂട്ടത്തിൽ സായിബാബയും ഇവിടെ കുറച്ചുനാൾ തങ്ങിയിരുന്നു. 1963 മഹാശിവരാത്രി ദിവസം സ്വാമി പുരുഷോത്തമാനന്ദജി മഹാസമാധി ആവുകയും ചെയ്തു. പുരുഷോത്തമാനന്ദജി ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിൻ്റേതാണ് ഇപ്പോൾ ഈ ആശ്രമവും സ്വത്തുവകകളും. മലയാളിയായ സ്വാമി ചൈതന്യാനന്ദയാണ് ഇപ്പോഴത്തെ ഭരണാധികാരിയും ട്രസ്റ്റിയും. അങ്ങനെ ഉച്ചയ്ക്ക് മുമ്പ് ആശ്രമത്തിലെ കാഴ്ചകളും കണ്ടു മടങ്ങി. ഏതാണ്ട് ഒരു 2 മണിയോടെ ഋഷികേശിലേക്കെത്തി. ത്രിവേണിഘട്ടിനടുത്തായി ഒരു റൂമും സംഘടിപ്പിച്ചു. അതിന് ഇത്തിരി പണം കൂടുതൽ ചെലവായി, എന്നാലും സാരമില്ല. അങ്ങോട്ടൊന്ന് എത്തിപ്പെടാനും വളരെ ബുദ്ധിമുട്ടി. ഗൂഗിൾ മാപ്പ് ചതിച്ചു. ഇവിടെ രാംജൂല, ലക്ഷ്മൺ ജൂല എന്നിങ്ങനെ 2 ഇരുമ്പ് തൂക്കുപാലങ്ങളുണ്ട്. ബദരി കേദാർ റൂട്ടിന് മറുഭാഗത്തായിട്ടാണ് ത്രിവേണിഘട്ടും മറ്റും സ്ഥിതി ചെയ്യുന്നത്. ഈ തൂക്കുപാലത്തിൽ കൂടി അത്യാവശ്യം ബൈക്കുകളുമൊക്കെ കൊണ്ടുപോകാം. ഏതു നേരവും അസാധാരണമായ തിരക്കുമുണ്ടാവും. പാലത്തിൽ നടപ്പുവഴിയും ബൈക്കുകൾക്ക് പോകാനും പ്രത്യേക വഴികളുണ്ട്. പാലമിറങ്ങി വലത്തേക്ക് പോകുന്നതിന് പകരം ഇടത്തേക്കാണ് ചെന്ന് കയറിയത്. ഒരു ഇടുങ്ങിയ തിരക്കേറിയ തെരുവ്. തൃശ്ശൂർ പൂരത്തിന് നടുവിലേക്ക് ബൈക്കുമായി ചെന്ന് കയറിയാൽ എങ്ങനെയുണ്ടാവും? ആ ഒരു അവസ്ഥയിലായി. ഈ ഒരു തിരക്ക് നമുക്ക് അത്ര ശീലമില്ലാത്തതാണല്ലോ. ജനത്തിരക്കിനിടയിലൂടെ ചീറിപ്പായുന്ന ബൈക്കുകളും സ്കൂട്ടറുകളും, ഇരുവശവും വ്യാപാര സ്ഥാപനങ്ങളും. 1-2 കിലോമീറ്റർ നീളമുണ്ട് ഈ തെരുവിന്. ഒടുവിൽ എങ്ങനെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് ബുക്ക് ചെയ്ത ആ റൂമിൻ്റെ സമീപത്തെത്തി. ഗംഗയുടെ തീരത്തായി നല്ല വൃത്തിയുള്ള ഒരു ലോഡ്ജ്. റൂമുകളും നല്ലതാണ്. ഡ്രസ്സുകളും മറ്റും കഴുകിയിട്ടതിന് ശേഷം ഒന്ന് കറങ്ങാനിറങ്ങി. ത്രിവേണിഘട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ബീറ്റിൽസ് എന്നാണ് ഈ ലോഡ്ജിൻ്റെ പേര്. കഴിഞ്ഞ വെള്ളപ്പൊക്കക്കാലത്ത് ഒരു വലിയ ശിവപ്രതിമ വെള്ളത്തിന് നടുവിലായി കണ്ടത് ഓർമ്മയുണ്ടാവുമല്ലോ. അത് ഇവിടുത്തെ ത്രിവേണിഘട്ടിലാണ്. ഇവിടെ സന്ധ്യാരതിക്കുള്ള ചടങ്ങുകൾ വൈകിട്ട് 5:30 ആരംഭിക്കുകയുള്ളൂ. ഘട്ടിന് മുകളിലായി 1-2 ക്ഷേത്രങ്ങളും മറ്റും കാണാം. നല്ല വൃത്തിയായിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെയും സൂക്ഷിച്ചിരിക്കുന്നത്. ചെടികളും ശില്പങ്ങളുമൊക്കെ ധാരാളം കാണാം. തൻ്റെ നെഞ്ചു പിളർന്ന് ശ്രീരാമദേവനെയും സീതാദേവിയും കാണിച്ചു കൊടുക്കുന്ന ഹനുമാൻ സ്വാമിയുടെ ഒരു വലിയ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. രാത്രിയിൽ വൈദ്യുത ദീപങ്ങളുടെ പ്രഭയിൽ ഇവിടം കാണാൻ നല്ല ഭംഗിയാണ്. പരമാർത്ഥ നികേതൻ എന്ന ആശ്രമത്തിൻ്റെ ഉടമസ്ഥതയിലാണ് ഈ ഘട്ടും പരിസരവുമുള്ളത്. ത്രിവേണിഘട്ടിലെ ഗംഗാരതിയും മറ്റും ഇവരാണ് നടത്തുന്നത്. ഘട്ടിന് നേരെ പുറകുവശത്തുള്ള ഈ ആശ്രമം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. സമൃദ്ധമായ ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ ഗംഗാമാതാവിൻ്റെ പുണ്യതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ആശ്രമം ഒരു യഥാർത്ഥ ആത്മീയ സങ്കേതം തന്നെയാണ്. ഋഷികേശിലെ ഏറ്റവും വലിയ ആശ്രമമാണിത്. പരമാർത്ഥ നികേതൻ, ഈ വാക്കിൻ്റെ അർത്ഥം തന്നെ എല്ലാവരുടെയും ക്ഷേമത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു വാസസ്ഥലം എന്നാണ്. ഏക്കർ കണക്കിന് വിസ്തൃതിയിലാണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. നിറയെ വൃക്ഷങ്ങളും സമൃദ്ധമായ പൂന്തോട്ടങ്ങളും ധാരാളം ശില്പങ്ങളും വള്ളിക്കുടലുകളുമൊക്കെ ഇവിടെ കാണാം. വരുന്ന അതിഥികൾക്കായി ഏതാണ്ട് 1000-ഓളം മുറികളും ഇവിടെയുണ്ട്. യോഗ സ്കൂൾ, ധ്യാനം, പ്രാണായാമ പരിശീലനങ്ങൾ, അക്യൂപ്രഷർ, റെയ്ക്കി തുടങ്ങിയ നിരവധി കോഴ്സുകളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിനുള്ളിൽ ഒരു ക്ഷേത്രവുമുണ്ട്. കൂടാതെ ധാരാളം ഭക്ഷണശാലകളും ആയുർവേദ ക്ലിനിക്കുകളും ഒക്കെയുണ്ട്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്കൊന്ന് കാണാം.
5:30 ത്രിവേണിഘട്ടിലേക്ക് തന്നെ മടങ്ങി. അവിടെ സന്ധ്യാരതിയുടെ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ആശ്രമത്തിലെ കുട്ടികൾ ഓറഞ്ച് വസ്ത്രങ്ങൾ അണിഞ്ഞ് നിരനിരയായി വരുന്ന ആ ഒരു കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കുട്ടികളാണ് തിരക്ക് നിയന്ത്രിക്കുന്നതും മറ്റും. പൂജകളും ഹോമങ്ങളും മതപ്രഭാഷണങ്ങളും സംഗീത സദസ്സുകളും ഒക്കെയായി വളരെ വിപുലമാണ് ഇവിടുത്തെ ഗംഗാരതിയുടെ ചടങ്ങുകൾ. നദിക്കുള്ളിലായി ഒരു പ്ലാറ്റ്ഫോം കൂടി നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെയും കരയിലുമായിട്ടാണ് ആരതി നടക്കുന്നത്. ഹരിദ്വാറിലെ ആരതിയെ അപേക്ഷിച്ച് കുറച്ചുകൂടി ചടങ്ങുകൾ ഇവിടെ കൂടുതലുമാണ്. നല്ല തിരക്കും ഒരു ബഹളവുമില്ല. അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. സന്ധ്യയ്ക്കുള്ള ഗംഗാരതി സമയത്ത് വലിയൊരാൾക്കൂട്ടം തന്നെ അവിടെ കൂടും. ഗംഗാരതി അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. കയ്യിലെ വിളക്കുകൾ ജയ് ഗംഗേമാതേ എന്ന പാട്ടിൻ്റെ താളത്തിനൊപ്പം ചലിപ്പിച്ചുകൊണ്ട് അത് ഒഴിയുന്ന പുരോഹിതന്മാരും, ഒപ്പം പാള കൊണ്ടുള്ള ചിരാതുകളിൽ പൂക്കളും ഇലകളും കത്തിച്ചു വെച്ച ദീപങ്ങളും ഗംഗയിലേക്ക് ഒഴുക്കി ഭക്തിയോടെ ഗംഗാദേവിയെ ധ്യാനിക്കുന്ന ഭക്തരും, ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ഭക്തിയോടെ ജയ് ഗംഗേമാതേ എന്ന ഗാനം ആലപിക്കുമ്പോൾ അത് കേൾക്കുന്ന നമുക്കുണ്ടാകുന്ന നിർവൃതി മറ്റൊന്നാണ്. എത്രയോ മഹത്തരമാണ് നമ്മുടെ ഈ സംസ്കാരം. രാംജൂലയ്ക്ക് സമീപമായി ഒരു ചെറിയ മാർക്കറ്റുണ്ട്. ധാരാളം വ്യത്യസ്ത രീതികളിലുള്ള വസ്ത്രങ്ങളും കരകൗശല വസ്തുക്കളും, രുദ്രാക്ഷമാലകൾ, ശംഖുകൾ, വിഗ്രഹങ്ങൾ, സാളഗ്രാമങ്ങൾ, പൂജാസാമഗ്രികൾ എന്നുവേണ്ട ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. പിന്നെ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡും പ്രസിദ്ധമാണ്. പിന്നെ അത്ര വൃത്തി എന്ന് പറയാനുമാകില്ല. ഇത്രയും ജനങ്ങൾ വന്നു പോകുന്ന സ്ഥലത്ത് ഇത്രയുമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. കുറച്ചു നേരം മാർക്കറ്റിനുള്ളിൽ കറങ്ങി നടന്നിട്ട് റൂമിലേക്ക് തന്നെ പോന്നു. പിറ്റേന്ന് രാവിലെ നീലകണ്ഠ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോയി. ഋഷികേശിൽ നിന്നും 26 കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. ഋഷികേശിൽ നിന്നും പൗരിയിലേക്കുള്ള റോഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗംഗാനദിയുടെ തീരത്തുകൂടി തന്നെയാണ് ഈ വഴി പോകുന്നത്. പൂർണ്ണമായും വനപ്രദേശത്തു കൂടി തന്നെയാണ് വളഞ്ഞു പൊളഞ്ഞ് മുകളിലേക്ക് കയറിപ്പോകുന്ന ഈ വഴിയുള്ളത്. പക്ഷേ മനോഹരമായ കാഴ്ചകളാണ് ചുറ്റിനും കാണാനുള്ളത്. 26 കിലോമീറ്ററേ ഉള്ളുവെങ്കിലും 1 മണിക്കൂറോളം സമയം വേണ്ടി വന്നു ക്ഷേത്രത്തിലേക്ക് എത്താൻ. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കും. വഴിയരികിൽ ബൈക്ക് ഒതുക്കി വെച്ചതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് നടന്നു. വഴിപാട് തട്ടിപ്പുകാരുടെ ഒരു കേന്ദ്രമാണിവിടം. വാഹനം വഴിയരികിൽ പാർക്ക് ചെയ്യണമെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്നും പൂജാസാധനങ്ങൾ വാങ്ങണം. തല വെച്ചു കൊടുത്താൽ പൈസ പോയത് തന്നെ. ഋഷികേശിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഈ ക്ഷേത്രം. ഇടതൂർന്ന വനങ്ങളാൽ ചുറ്റപ്പെട്ട് നീലകണ്ഠ പർവ്വതനിരകളുടെ താഴ്വാരത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പങ്കജ, മധുമതി നദികളുടെ സംഗമ സ്ഥാനം കൂടിയാണിവിടം. സമുദ്രമഥനവുമായി ബന്ധപ്പെട്ട് പാലാഴി കടഞ്ഞ സമയത്ത് ഉയർന്നു വന്ന കാളകൂട വിഷം ലോകരക്ഷയ്ക്കായി മഹാദേവൻ പാനം ചെയ്യുകയും അതോടുകൂടി ഭഗവാൻ നീലകണ്ഠൻ എന്ന പേരിൽ കൂടി അറിയപ്പെടുകയും ചെയ്തതായാണല്ലോ ഐതിഹ്യം പറയുന്നത്. ഈ ഉഗ്രവിഷത്തിൻ്റെ ശക്തി കുറയ്ക്കുന്നതിനായി മഹാദേവൻ 60,000 വർഷത്തോളം പങ്കജയും മധുമതി നദിയും സംഗമിക്കുന്ന സ്ഥാനത്തുള്ള പഞ്ചപാണി വൃക്ഷത്തിന് കീഴിൽ ധ്യാനിച്ചിരുന്നു എന്ന ഐതിഹ്യമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ശ്രീരാമ സഹോദരനായ ഭരതൻ പൂജിച്ചിരുന്ന ശിവലിംഗമാണത്ര ഇത്. ശ്രീകോവിലിൻ്റെ വശത്തായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വൃക്ഷവും കാണാം. ഈ വൃക്ഷച്ചൂട്ടിലാണ് മഹാദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പക്ഷേ ക്ഷേത്രത്തിനുള്ളിലേക്ക് ക്യാമറ അനുവദനീയമല്ല. ഈ ക്ഷേത്രത്തിനൊരു തമിഴ് ശൈലിയാണ് നമുക്ക് തോന്നുക. ഗോപുരങ്ങളുമൊക്കെ അങ്ങനെ തന്നെ. ധാരാളം ശില്പങ്ങളും കാണാം. ഇവിടെ പ്രകൃതിദത്തമായ ഒരു നീരുറവയുമുണ്ട്. പങ്കജ, മധുമതി നദികളുടെ ഉത്ഭവസ്ഥാനമാണ് ഈ നീരുറവ. ഇവിടെ കുളിച്ചതിന് ശേഷമാണ് ചില തീർത്ഥാടകർ ക്ഷേത്ര ദർശനം നടത്തുന്നത്. നീലകണ്ഠ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകളുടെ ഭംഗി പറയാതെ വയ്യ. മതപരമായ പ്രാധാന്യത്തിന് പുറമെ ഋഷികേശിലെ ഏറ്റവും ശാന്തവും മനോഹരവുമായ സ്ഥലങ്ങളിലൊന്നാണിത്. ശിവാലിക് പർവ്വതങ്ങളുടെ തുടക്കക്കാരനാണ് നീലകണ്ഠ പർവ്വതം. ദേവദാരു മരങ്ങൾ നിറഞ്ഞ ഇടതൂർന്ന വനങ്ങൾ, പച്ചപ്പ് നിറഞ്ഞ പർവ്വതങ്ങൾ, അരുവികൾ, അങ്ങനെ ഉത്തരാഖണ്ഡിൻ്റെ പ്രകൃതി സൗന്ദര്യം നന്നായി ആസ്വദിക്കാം.
റോഡ് മാർഗമല്ലാതെ വനത്തിനുള്ളിലൂടെ കാൽനടയായും ഇങ്ങോട്ടേക്കെത്താം. ഇവിടെ നിന്നും 6 കിലോമീറ്റർ അകലെയായി ജിൽമിൽ കേവ് എന്നൊരു ഗുഹയുണ്ട്. സാധാരണയായി ഋഷികേശിലെത്തുന്ന അധികം ആളുകളും എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണത്. മണിക്കൂട് പർവ്വത മേഖലയിൽ മാരൽ എന്ന പ്രദേശത്ത് ദിയൂലി എന്ന സ്ഥലത്താണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ എത്ര എളുപ്പമല്ല അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ. ദുർഘടമായ ഒരു മൺറോഡാണ്, ജനവാസം അധികമില്ലാത്ത ഒരു മേഖല. വളരെ ബുദ്ധിമുട്ടിയാണ് അങ്ങോട്ടേക്ക് എത്തിയത്. 1-2 സ്ഥലങ്ങളിൽ ചെറിയ കടകളും മറ്റും കാണാം. അങ്ങോട്ടേക്ക് എത്തുന്നതിന് 2 കിലോമീറ്റർ മുൻപായി ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നും മറ്റൊരു വഴിയിലൂടെ നടന്നു പോവുകയാണ് നല്ലത്. ഞാൻ പക്ഷേ ബൈക്കിൽ തന്നെ യാത്ര തുടർന്നു. അതൊരു വലിയ അബദ്ധമായി പോയി എന്ന് കുറച്ച് എന്നപ്പോൾ തന്നെ മനസ്സിലായി. സൈൻ ബോർഡുകളുടെ അഭാവവും പരുക്കൻ ഭൂപ്രകൃതിയും ഇങ്ങോട്ടേക്കുള്ള യാത്രയെ ദുഷ്കരമാക്കും. മഴക്കാലത്ത് ഇങ്ങോട്ടേക്ക് വരാതിരിക്കുകയാണ് നല്ലത്. സൂക്ഷിച്ചില്ലെങ്കിൽ ബൈക്ക് മറിയുമെന്നത് തീർച്ചയാണ്. എന്തായാലും ഒരു വിധത്തിൽ അവിടെ എത്തി. വാഹന ഗതാഗതം അവസാനിക്കുന്ന ഭാഗത്ത് ഒരു ആശ്രമത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും നടക്കുന്നുണ്ട്. അവിടെ ഒരു ഭാഗത്തായി ഒരു ഹോമോണ്ടത്തിന് ചുറ്റിനും വരുന്ന ചില സന്യാസിമാർ എന്തൊക്കെയോ പൂജകളും മറ്റും നടത്തുന്നു. ഇവിടെ നിന്നും അല്പദൂരം താഴേക്ക് നടന്നാൽ ഗുഹാപരിസരത്തേക്കെത്താം. പ്രകൃതിയുടെ ഒരു പ്രതിഭാസം തന്നെയാണ് ഈ ഗുഹ. ഈ ഗുഹയിൽ വർഷങ്ങളോളം ധ്യാനവും തപസ്സുമായി കഴിഞ്ഞ് സമാധിയാവുകയും ചെയ്ത ജിൽമിള സാധു എന്ന സന്യാസിയിൽ നിന്നാണ് ഈ ഗുഹയ്ക്ക് ജിൽമിൽ കേവ് എന്ന പേര് ലഭിച്ചത് എന്നാണ് ഐതിഹ്യം. ഇവിടെ കുറച്ച് സന്യാസിമാരെയും കാണാം. ഗുഹയുടെ മുൻഭാഗത്തായി ചില പ്രതിഷ്ഠകളുമുണ്ട്. ഗുഹയ്ക്കുള്ളിലേക്ക് ഇടുങ്ങിയ കുറച്ച് പടികളുണ്ട്. മുകളിലെത്തുമ്പോഴാണ് ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുക. ഗുഹയുടെ മുകളിലായി ഒരു വലിയ ദ്വാരമുണ്ട്. ഇരുട്ട് നിറഞ്ഞ ആ ഗുഹയ്ക്കുള്ളിലെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് ശക്തിയായി സൂര്യപ്രകാശം കടന്നു വരുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ചുണ്ണാമ്പ് കല്ലുകളാൽ പ്രകൃതിദത്തമായി രൂപീകൃതമായ ഒരു ഗുഹയാണിത്. ഗുഹയുടെ ഭിത്തികളിലും തറയിലുമൊക്കെ കൽപ്പുറ്റുകൾ വളർന്നു വരുന്നതും കാണാം. ചില ഹൊറർ മൂവികളിലൊക്കെ കാണുന്നത് പോലെ സർപ്പങ്ങളുടെയും മറ്റും രൂപങ്ങൾ തടിയിൽ ഇവിടെ കൊത്തിവെച്ചിട്ടുമുണ്ട്. അത് ആളുകളിൽ ഒരു ഭീതി ജനിപ്പിക്കാൻ മാത്രമാണ്. ഈ ഗുഹയുടെ ഉൾഭാഗം മുഴുവനും കടവാവലുകളുടെ വാസകേന്ദ്രമാണ്. മുകളിൽ മുഴുവനും തൂങ്ങിക്കിടക്കുന്നതും കാണാം. അസഹനീയമായ കാഷ്ടത്തിൻ്റെ മണവും. പൂജകളും മറ്റുമായി കുറേ സന്യാസിമാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേ അതിലൊന്നും തലവെച്ച് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവിടുത്തെ ഏർപ്പാടുകൾ അത്ര വെടിപ്പായി തോന്നിയില്ല. വേണമെങ്കിലൊരു ചെറിയ സംഭാവന കൊടുക്കാം, അതിൽ തെറ്റില്ല. ഇതിൻ്റെ അടുത്ത് തന്നെ ഗണപതി ഗുഹ, ഹനുമാൻ ഗുഹ എന്നിങ്ങനെ 2 ഗുഹകൾ കൂടിയുണ്ട്. എന്തായാലും ഒന്ന് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. പ്രകൃതിദത്തമായ ഒരത്ഭുതം. ഈ റൂട്ടിൽ പാർവതീദേവിയുടെ ഒരു ക്ഷേത്രം കൂടിയുണ്ട്. ഈ ക്ഷേത്രത്തിന് താഴെയായി ഒരു ജംഗ്ഷനിൽ പുരാതനമായ ഒരു നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠയുമുണ്ട്. ഹിമാലയത്തെ ഒരു മനുഷ്യ ശരീരമായി സങ്കല്പിച്ചാൽ ആ രൂപത്തിൻ്റെ പാദത്തിലെ നഖങ്ങളുടെ സ്ഥാനമാണത്രേ ഋഷികേശിന്. ഹിമാലയത്തിൻ്റെ പാദനഖങ്ങൾ എന്നാണ് കവി പി കുഞ്ഞിരാമൻ നായർ ഋഷികേശിനെ വിശേഷിപ്പിച്ചത്. ഋഷികേശ് ഇന്ന് ഹരിദ്വാർ പോലെ തന്നെ വലിയൊരു നഗരമാണ്. ആശ്രമങ്ങൾ, മഠങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, മറ്റു സ്ഥാപനങ്ങൾ എല്ലാം ചേർന്ന് ഗംഗാതീരത്തെ ഈ പുണ്യപുരാതന നഗരത്തെ ഒരു മഹാനഗരമാക്കി മാറ്റിയിരിക്കുന്നു. ഹിമാലയം ആരംഭിക്കുന്നത് ഋഷികേശിൽ നിന്നുമാണ്. 2 പ്രധാന വഴികളാണ് ഇവിടെ നിന്നും ആരംഭിക്കുന്നത്. ദേവപ്രയാഗ്, കർണപ്രയാഗ്, നന്ദപ്രയാഗ്, ചമോലി വഴി ബദ്രിയിലേക്കും ടെഹരി, ധരാസു വഴി ഉത്തരകാശിയിലേക്കും ഇത് പോകുന്നു. ഗംഗാനഗരങ്ങളിൽ ഋഷികേശിന് പ്രാധാന്യം കൂടുതലുമാണ്. പല പുരാണ കഥകളിലും ഋഷികേശ് പരാമർശിക്കപ്പെടുന്നുണ്ട്. രാമായണത്തിൽ ഭരതൻ രാമപാദുകം സ്വീകരിച്ച് തിരിച്ചു പോയത് ഇവിടെ നിന്നാണെന്ന് പറയപ്പെടുന്നു. രാവണനെ വധിച്ചതിന് ശേഷം ശ്രീരാമലക്ഷ്മണന്മാർ തപസ് ചെയ്യാൻ ഋഷികേശിലേക്ക് എത്തിയിരുന്നതായും കഥയുണ്ട്. ചരിത്രമനുസരിച്ച് ഋഷികേശ് കേദാർഖണ്ഡിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ അത് ഗഡ്വാൾ ഹിമാലയത്തിൻ്റെ ഭാഗവും. ശ്രീരാമനും ലക്ഷ്മണനും ഗംഗാനദി മുറിച്ചു കടന്ന ഭാഗങ്ങളെന്ന പ്രാധാന്യമാണ് രാംജൂല, ലക്ഷ്മൺജൂല തൂക്കുപാലങ്ങൾക്കുള്ളത്. മുൻകാലങ്ങളിൽ ഇതൊരു ചണപ്പാലമായിരുന്നു. 1889 ലക്ഷ്മൺജൂലയിലെ ഇരുമ്പ് പാലം നിർമ്മിക്കപ്പെട്ടത്. എന്നാൽ 1924 വെള്ളപ്പൊക്കത്തിൽ അത് ഒലിച്ചുപോയി. 1927 ഇതിലും ശക്തമായ മറ്റൊരു ഇരുമ്പ് തൂക്കുപാലം പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിക്കുകയും ചെയ്തു. 1986 അടുത്തുള്ള ശിവാനന്ദ നഗറിൽ രാംജൂല എന്ന തൂക്കുപാലം നിർമ്മിക്കുന്നത്. ഋഷികേശിലെ ശത്രുഘ്ന മന്ദിർ, ലക്ഷ്മൺ മന്ദിർ, ഭാരത് മന്ദിർ,
എന്നിവ ആദി ശങ്കരാചാര്യർ സ്ഥാപിച്ച പുരാതന ക്ഷേത്രങ്ങളാണ്. അതുപോലെ തന്നെ രഘുനാഥ് മന്ദിർ. ത്രിവേണിഘട്ടിനടുത്തായുള്ള ഈ ക്ഷേത്രത്തിൽ ഋഷികുണ്ട് എന്ന പേരിലൊരു കുളവും കാണാം. ശ്രീരാമസ്വാമി സ്നാനം ചെയ്തിരുന്നു എന്നൊരു ഐതിഹ്യമാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഋഷികേശിൽ വന്നാൽ സന്ദർശിക്കേണ്ട മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് ത്രയംബകേശ്വർ. തേരാമൻസിൽ എന്നുകൂടി അറിയപ്പെടുന്ന ഈ ക്ഷേത്രം ഉത്തരാഖണ്ഡിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ്. 13 നിലകളിലുള്ള ഈ ത്രയംബകേശ്വർ ക്ഷേത്രത്തിനുള്ളിലെ വാസ്തുവിദ്യാ വൈഭവങ്ങളും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ലക്ഷ്മൺ ഝൂലയ്ക്ക് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഋഷികേശിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഗംഗാനദിയുടെ തീരത്തുള്ള ബീറ്റിൽ ആശ്രമം. 1963 മഹേഷ് യോഗി സ്ഥാപിച്ച ഈ ആശ്രമം 1968 ഇംഗ്ലീഷ് റോക്ക് ബാൻഡായ ദി ബീറ്റിൽസിൻ്റെ ബാൻഡംഗങ്ങൾ ഇവിടെ യോഗ പഠിക്കാൻ വന്നതോടെ ഈ ആശ്രമം പ്രസിദ്ധി നേടി. ദി വൈറ്റ്, ആബി റോഡ് തുടങ്ങിയ പ്രസിദ്ധമായ ആൽബങ്ങളിലെ ഗാനങ്ങൾ അവർ ഇവിടെ വെച്ച് രചിച്ചതാണ്. മഹേഷ് യോഗിയുടെ മരണശേഷം 90കളിൽ അടച്ചുപൂട്ടിയ ഈ ആശ്രമം 2015 പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നു. രാംജോലയിൽ നിന്നും 1.5 കിലോമീറ്റർ മാറി രാജാജി നാഷണൽ പാർക്കിനുള്ളിൽ ഗംഗാനദിയുടെ തീരത്തായിട്ടാണ് ഈ മനോഹരമായ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. തേനീച്ചക്കൂടിൻ്റെ ആകൃതിയിൽ വർണ്ണാഭമായ ചുവരെഴുത്തുകളോടെ മനോഹരമായി നിർമ്മിച്ച 84 കുടിലുകളാണ് ഇവിടെയുള്ളത്. 84 കുടിലുകൾ എന്നർത്ഥം വരുന്ന ചൗരസി കുട്ടിയ എന്നും ഈ ആശ്രമത്തിന് പേരുണ്ട്. പിറ്റേന്ന് സന്ധ്യയ്ക്ക് നദിക്കക്കരെയുള്ള കാട്ടുകളിലൂടെ വെറുതെ ഒന്ന് നടക്കാനിറങ്ങി. ധാരാളം ആളുകൾ അവിടെ പ്രാർത്ഥനകളും പൂജകളുമൊക്കെയായി ഇരിക്കുന്നത് കാണാമായിരുന്നു. ഗംഗാനദിയുടെ വിസ്തൃതി എത്രത്തോളമുണ്ടെന്ന് ഇവിടെ നിന്നപ്പോഴാണ് മനസ്സിലായത്. അങ്ങ് ദൂരെയായി കാണുന്നതാണ് ത്രിവേണിഘട്ടും പരമാർത്ഥ നികേതൻ ആശ്രമവും. ഋഷികേശ് ബസ് സ്റ്റാൻഡിനടുത്തായി മധുബൻ എന്നൊരു ആശ്രമമുണ്ട്. അതും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ആശ്രമത്തിനുള്ളിലായി ഒരു വിഷ്ണു ക്ഷേത്രവുമുണ്ട്. ക്ഷേത്രത്തിനുള്ളിലെ ചിത്രങ്ങളും ശില്പങ്ങളുമൊക്കെ അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആശ്രമത്തിൻ്റെ ഭാഗമായി അവരുടെ തന്നെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. നല്ല രുദ്രാക്ഷമാലകളും തുളസിമാലകളും വാറ്റിയെടുത്ത സുഗന്ധ തൈലങ്ങളുമൊക്കെ ഇവിടെ നിന്ന് ലഭിക്കും. വിശ്വസിച്ച് വാങ്ങിക്കുകയും ചെയ്യാം. രാത്രിയാവുമ്പോൾ വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ പ്രഭയിൽ രാംജൂലയും ത്രിവേണിഘട്ടുമൊക്കെ തിളങ്ങി നിൽക്കുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. യോഗയും ധ്യാനവും മാത്രമല്ല, ഋഷികേശിൽ വന്നാൽ പരീക്ഷിക്കേണ്ട ചില തെരുവ് വിഭവങ്ങളുമുണ്ട്. ഭക്ഷണപ്രിയരുടെ പറുദീസയാണ് ഋഷികേശിലെ തെരുവുകൾ. നമ്മുടെ രുചിമുകളങ്ങളെ ഉണർത്തുന്ന എരിവും പുളിയും മധുരവും ഒക്കെ നിറഞ്ഞ പലതരത്തിലുള്ള ചാട്ടുകൾ ഇവിടെ ലഭിക്കും. പരമ്പരാഗതമായ ആലു ടിക്കി ചാട്ട്, പാനിപൂരി ഇവയൊക്കെ എല്ലാ കോണുകളിലും കാണും. എന്നാൽ ഓരോ ഭക്ഷണവും വിവിധ രുചികളിൽ കഴിക്കാൻ ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ചാട്ടുകൾ രുചിക്കാൻ സ്വർഗാശ്രമത്തിനടുത്തുള്ള ചോട്ടിവാല റെസ്റ്റോറൻറ്റ്, ലക്ഷ്മൺ ഝൂലയ്ക്കടുത്തുള്ള ശ്രീ രാം ചാട്ട് ഭണ്ഡാർ, ഡൽഹി ചാട്ട് ഭണ്ഡാർ, തപോവനിലുള്ള രാജസ്ഥാനി ചാട്ട് ഭണ്ഡാർ എന്നിവിടങ്ങളിൽ പോവാം. കൂടാതെ സമൂസകൾ, ആലു പൂരി, ചോല ഭട്ടൂര, മോമോസ്, പല രുചികളിലുള്ള ചായകൾ, ലസ്സികൾ ഇവയൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. എന്നിങ്ങനെ ഓരോ വിഭവങ്ങൾക്കും ഓരോരോ ഷോപ്പുകളാണ് പേര് കേട്ടത്. നമ്മളത് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് മാത്രം. തുറന്ന തെരുവുകളിൽ നിന്നുള്ള ഭക്ഷണപാനീയങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഓരോന്നിനുമുള്ള നല്ല റെസ്റ്റോറൻറ്റുകളെ പരിചയപ്പെടുത്തിയത്. പിന്നെ പരീക്ഷിക്കേണ്ട മറ്റു ചില വിഭവങ്ങളും പ്രത്യേകതകളും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ പല ആശ്രമങ്ങളിലും സൗജന്യ ഭക്ഷണ വിതരണവുമുണ്ട്. താമസ സൗകര്യത്തിനായി ആശ്രമങ്ങളും ഹോം സ്റ്റേകളുമൊക്കെ ധാരാളമുണ്ടെങ്കിലും മുൻകൂട്ടി ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതും ചിലവ് കുറയ്ക്കും. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഋഷികേശിൻ്റെ വിശേഷങ്ങൾ. ഇവിടെ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ വേറെയും കാണാനുണ്ട്. പക്ഷേ 2 ദിവസം കൊണ്ട് കാണാവുന്നതിൻ്റെ മാക്സിമം സ്ഥലങ്ങൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. വേറൊരു യാത്രയിൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടി കണ്ടതിന് ശേഷം വീഡിയോയിൽ ഉൾപ്പെടുത്താം. പിറ്റേന്ന് രാവിലെ ഋഷികേശിലെ പ്രഭാത കാഴ്ചകളും കണ്ടുകൊണ്ട് അവിടെ നിന്ന് മടക്കയാത്ര ആരംഭിച്ചു.